കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ നിക്ഷേപകർക്ക് പണം കൈമാറുന്നതിൽ ബാങ്കിന് വിമുഖത. ഇഡി കണ്ടെത്തിയ സ്വത്തുവകകൾ ഏറ്റെടുത്ത് ലേലം ചെയ്ത് നിക്ഷേപ തുക കൈമാറാനുള്ള ഇഡി നിർദ്ദേശത്തോട് മുഖം തിരിച്ചു ബാങ്ക്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് കൈമാറാൻ തയ്യാറുണ്ടോ എന്നറിയിക്കാൻ കലൂർ PMLA കോടതി കരുവന്നൂർ ബാങ്കിന് നോട്ടീസ് അയച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 128 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇഡി കണ്ടുകെട്ടിയിരുന്നത്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ തുകയും ഭൂമി അടക്കമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുമാണ് കണ്ടുകെട്ടിയിരുന്നത്. നടപടികൾ PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൂടി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഈ സ്വത്തുക്കൾ ബാങ്ക് തന്നെ ഏറ്റെടുത്ത് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്നതാണ് ഇഡി നിർദ്ദേശം. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തട്ടിപ്പിന് ഇരകളായ സ്ഥാപനം ബാങ്കാണ്. അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറി നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പണം നഷ്ടമായ നിക്ഷേപകരുടെ വിവരങ്ങളടക്കം ബാങ്കിന്റെ കൈവശമുണ്ട്. എന്നാൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് ലേലം ചെയ്ത് നിക്ഷേപത്തുക തിരികെ നൽകുന്നതിന് ബാങ്കിന് താല്പര്യമില്ല. ഇത് സംബന്ധിച്ച് ഇഡി അയച്ച മെയിലുകളോടും ബാങ്ക് പ്രതികരിക്കാതിരുന്നതോടെ ഇഡി സ്വമേധയാ കലൂർ PMLA കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ബാങ്ക് അറിയിക്കാത്തതിനാൽ കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചായിരുന്നു ഹർജി. ഇതിൽ ഈ മാസം 27-ന് ബാങ്ക് കോടതിയിൽ സത്യവാങ്മൂലം നൽകണം. സങ്കീർണവും നിയമപ്രശ്നങ്ങളും ഉള്ളതാണ് ഏറ്റെടുക്കലെന്ന വാദമാണ് കരുവന്നൂർ ബാങ്കിന്റേത്. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ഇഡിയും ചൂണ്ടിക്കാട്ടുന്നു. സ്വത്തുക്കൾ ഏറ്റെടുത്ത് കൈമാറുന്നതിൽ അന്തിമ വിധി വരെ കാത്തിരിക്കേണ്ടതില്ല. വായ്പാ തട്ടിപ്പിലൂടെ നഷ്ടമായ തുക പലിശയടക്കം 345 കോടി രൂപ വരും. 188 കോടി രൂപയാണ് നേരിട്ട് ബാങ്കിനെ കബളിപ്പിച്ചിരിക്കുന്നത്. കേസിൽ CPMന്റെ സ്വത്തുക്കളും ഇഡി കണ്ടുകെട്ടിയിരുന്നു. കരുവന്നൂരിലെ സാധാരണക്കാരായ നിക്ഷേപകരുടെ പ്രതീക്ഷയായിരുന്നു ഇഡി കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് അതിലൂടെ ലഭിക്കുന്ന പണം തിരികെ നൽകുക എന്നത്. എന്നാൽ ആ പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേൽപ്പിക്കുന്നത്. അവർക്ക് പണം തിരികെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുകയാണ് കരുവന്നൂർ ബാങ്ക്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.